is my guys, know that we fly, know that they ride or die. I keep well by my side, CJ Ack, now I gotta ride or die. ഹലോ ഫ്രണ്ട്സ്, എന്നാണ്ട്? ഞാനും കോപമാവനും കൂടെ ഒരു കാട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ വെട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പം പാണിയേലിപ്പോര് പൊയ്ക്കൊണ്ടിരിക്കുക. നിലവിലൊരു 50 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി. ഇനി ഇതെല്ലാം തിരിച്ചു വിടണമല്ലോ, ആ സാരമല്ലേ. ഇനിയിപ്പം പാണിയേലിപ്പോര് ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്. പക്ഷേ സംഭവം സ്ഥലമൊക്കെ ഒരു രസമുണ്ട്, ഒരു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി നോക്കാം അല്ലേ? നല്ല വെള്ളമല്ലേ, ചാടി കുളിക്കാൻ തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് പാണിയേലിപ്പോര് പോയി നോക്കാം. ഇതുണ്ട്, അവിടെ നിന്ന് ചെറിയൊരു കലിങ്ക് പോലെ കെട്ടി പോയേക്കുന്നുണ്ട്. 2 സൈഡിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ? കൊള്ളാം, രസമുണ്ട്. Listen up, says my teacher in front of the class. He says if you're not a believer, of you that's on you. Better shape up and pay your dues. Of my views, that's on you. I'll be on a flight soon. നമ്മൾ പാണിയേലിപ്പോര് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനിയിപ്പം ആറിൻ്റെ അങ്ങോട്ട് പോകണം. അത്യാവശ്യം കയറ്റമൊക്കെ ഉണ്ട്. ഇതെല്ലാം ചവിട്ടി കയറി മടുത്തിട്ട് വീണ്ടും ചവിട്ടി വീട്ടിലെത്തുമോ എന്നുള്ള കാര്യത്തിലാണിപ്പോൾ സംശയം. നല്ലൊരു ഗ്രൗണ്ടാണല്ലോടാ. വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. എന്നാ വരാടാ ഉണ്ടോ? അല്ല, ഈ മരം എന്നതാ നട്ടു വെച്ചേക്കുന്നതല്ലേ? കൊള്ളാം, കാടിൻ്റെ വൈബുണ്ട്. ഓ, വീണ്ടും കയറ്റം. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ വീടുകളുണ്ട്, റൈറ്റ് സൈഡിൽ കാടാണെന്ന് തോന്നുന്നു. മറ്റേ ഇലക്ട്രിക് ഫെൻസ് ആണെന്ന് തോന്നുന്നു. ഇടയിലേക്ക് ഉണ്ട്. പക്ഷേ രസമാണ്, നല്ല അടിപൊളി രസമാണ്. അവിടെ കയറാൻ പറ്റിയില്ല. കുറച്ച് പിള്ളേർ സ്കൂട്ടറിന് വന്നിട്ട് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് ലെഫ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ അതായിരിക്കണം വഴി. നോക്കാം. നമ്മളെത്തിയെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ട്രാവലറും ബസ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എന്നാ രസമല്ലേ ഇതിനകത്തോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ. പെട്ടെന്ന് കയറിയപ്പോൾ തന്നെ തണുപ്പിൻ്റെ വ്യത്യാസം അറിയാനുണ്ട്. ഈ മരങ്ങളും കൂടെ ആയിട്ട് നല്ല രസമുണ്ട്, അടിപൊളി. മരത്തിൽ നിന്ന് അത് ഇവിടെ മാത്രം തന്നെ വെള്ളം ആവിയായി പോകാത്തതായിരിക്കും. മൊത്തം വെയിൽ താഴോട്ട് അടിക്കുന്നില്ലല്ലോ. ഞങ്ങൾ എൻട്രി പാസ്സൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുക. നല്ല കല്ലൊക്കെ പതിപ്പിച്ച വഴി. കൊള്ളാം. സൈക്കിളൊക്കെ അവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. 2 ഗാർഡുമാരുണ്ട്, നോക്കിക്കൊള്ളുമായിരിക്കും അല്ലേ? നോക്കേണ്ടതാണ്. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം പൊളിച്ചോണ്ട് പോകാൻ തോന്നുന്നല്ലോ. പിന്നെ കുറേ തൂണ് മാത്രം പണിയാൻ വേണ്ടി വന്നിട്ട് ഉപേക്ഷിച്ചതായിരിക്കും. ചിലപ്പം തുക വകയിരുത്തി എന്തെങ്കിലും പദ്ധതി ആയിരിക്കും. അടിപൊളി. ഇത്രയും വലിയ ആറായിരുന്നല്ലേ ഇത്? ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ഇതാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നില കിട്ടുകയില്ല. ആൾക്കാർ കുളിക്കുന്നത് വേറെ എവിടെയാണെന്ന് തോന്നുന്നു. സംഭവം നല്ല രസമുണ്ട്, നല്ല വീതിയല്ലേ. കുമ്മമാമൻ ഇരുന്ന് വെള്ളത്തിൽ കാലുമൊക്കെ ആസ്വദിക്കുകയാണ്. നമ്മൾ പാണിയേലിപ്പോരെത്തി. ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ, കാടിൻ്റെ ഒരു വൈബും. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോയിക്കാം. അതിൻ്റെ ക്യാമറ കാണത്തില്ലേ? നല്ല രസമാണ്. അവിടെ പോയി കിടക്കാൻ പറ്റുമോ? അടിപൊളിയായിരിക്കും. ഇവരങ്ങോട്ട് പോവുകയാണോ? ഇറങ്ങിയിട്ടുണ്ട്, പോവായിരിക്കും. അവിടെ വഴുക്കലുണ്ടാകാൻ സാധ്യത. ഞാനെന്ന് തന്നെ വീണു. ആരും കണ്ടില്ല. ഞാൻ മാത്രമേ ഇത് ഇത്ര ആൾക്കാരല്ലേ ഇരിക്കുന്നത്, ആരും കണ്ടില്ല. കണ്ടോ, കാലൊക്കെ വെളുത്തു അല്ലേ? ആ മേളിൽ കുടിക്കുന്ന പെമ്പിള്ളയുടെ മേക്കപ്പ് ഒഴുകി വന്നാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വഴിയില്ല, തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, അതാണ്. അല്ലാതെ പിന്നെ ഇത്രയും വെളുക്കുന്നത് ഇത്ര പെട്ടെന്ന്.
നമ്മുടെ വണ്ടികളൊക്കെ എടുത്ത് പയ്യെ തിരിച്ചു വിടാനുള്ള പരിപാടിയാണ്. നല്ല വെയിലാണ്, പോവാല്ലേ? കരിഞ്ഞുണങ്ങിപ്പോവാ. കാട്ടിൽ നിന്ന് ഇറങ്ങട്ടെ, എന്നാലും അറിയാം വെയിൽ. സോളാർ പടങ്ങൾക്ക് നടുവിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമാനം ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ വിമാനം പോകുന്ന പോലെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നേരത്തെ വീട്ടിൽ ചെന്നിട്ട് എന്തോ പരിപാടിയോട് തോന്നുന്നു. ഈ വിമാനം പോകുന്നത് കണ്ടില്ലെന്ന് പറയരുത്, കാണാവോ ആവോ, പോകുന്നുണ്ട് അതിൽ ഇതിലേ പറഞ്ഞു. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും സ്റ്റേഡിയത്തിനടുത്തെത്തി. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ചവിട്ടിയാൽ വീട്ടിൽ പോകാം. അപ്പോൾ ഇന്ന് മൊത്തം 120 കിലോമീറ്ററിൻ്റെ റൈഡായിരുന്നു. കൊള്ളാം, അടിപൊളി. കുറേ നാൾ കൂടിയിട്ടാണ് 100 കിലോമീറ്റർ മുകളിൽ ചോട്ടുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.